അങ്ങനെ 50 കടന്നിരിക്കുന്നു. ചൂടിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം UAE റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അലൈനിലെ സ്വൈഹാൻ ഏരിയയിലും അബുദാബിയിലെ ഷവാമിക്കിലുമാണ് 50 കടന്ന് 50.8 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. NCMന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് UAE ഈ ഒരു സീസണിലെ ടോപ്പസ്റ്റ് ടെമ്പറേച്ചറാണ്. പലപ്പോഴും നമുക്ക് ഈ 50 കടന്നു എന്നൊക്കെ പറയുമ്പോഴും 50 അല്ല അനുഭവപ്പെടുന്നത്. പൊള്ളുന്ന വെയിലും ചൂടും ഒക്കെയാണ് പല സ്ഥലങ്ങളിലും പകൽ സമയത്ത് നമുക്ക് തോന്നുക. അപ്പോൾ എന്തായാലും ഇതൊരു ഉഷ്ണതരംഗമൊന്നും ആയിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. എന്നാൽ ഈ വരുന്ന വീക്കെൻഡിൽ UAE ഉൾപ്പെടുന്ന അറേബ്യൻ പെനിൻസുലയിലെ വിവിധ അറബ് രാജ്യങ്ങളിൽ ഒരു ഉഷ്ണതരംഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് പല അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAEയുടെ NCM ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വളരെ കരുതിയിരിക്കുക. പ്രത്യേകിച്ച് ഈ വീക്കെൻഡിലൊക്കെ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്ന് എന്നുള്ള ഖ്യാതി ഇതിനോടകം നേടിക്കഴിഞ്ഞ അബുദാബിയിലെ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും വിപുലീകരിക്കുകയാണ്. പുതിയ റൺവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ജൂലൈ 10 ആരംഭിച്ചു. അപ്പോൾ വർദ്ധിച്ചൊരു തിരക്കൊക്കെ പരിഗണിച്ചാണ് എയർപോർട്ട് വീണ്ടും വിപുലീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ട്രാൻസിറ്റ് യാത്രക്കാർക്കാണ്. ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഒരു ഏരിയ ഉണ്ടാകും. അവിടെ അവരുടെ ലഗേജ് ഒക്കെ കൃത്യമായി സൂക്ഷിക്കാനും മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു ഏരിയ ആയിരിക്കും അവിടെ ഒരുക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു സെക്ഷൻ വന്നതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് സമയം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരുന്ന ട്രാൻസിറ്റ് യാത്രക്കാരാണെങ്കിൽ അവർക്ക് സുരക്ഷിതമായി അവരുടെ ബാഗേജൊക്കെ അവിടെ ഏൽപ്പിച്ച ശേഷം പുറത്തിറങ്ങി അബുദാബിയൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട്. ഇനി ദൂരയാത്ര പോകുന്ന ആളുകളോട് ദുബായ് മുനിസിപ്പാലിറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. യാത്രയൊക്കെ പോകുന്നത് കൊള്ളാം, പല ആളുകളും ചെയ്യുന്നത് പോലെ അവരുടെ വാഹനങ്ങൾ ഈ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്ററുകളിലും രജിസ്ട്രേഷൻ സെന്ററുകളിലും ഒന്നും ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കർശനമായ ഒരു വാണിംഗ് കൂടി നൽകുകയാണ്. പ്രത്യേകിച്ച് ദുബായിലെ കിസൈസ്, വർസാൻ, അൽബർഷ, തമാം തുടങ്ങിയ രജിസ്ട്രേഷൻ സെന്ററുകളിലും ടെസ്റ്റിംഗ് സെന്ററുകളിലും ഒക്കെ വാഹനങ്ങൾ കുറേ ദിവസങ്ങളായി നിർത്തിയിട്ട് ആ വഴി പോകാത്ത ആളുകൾക്കാണ് ഇങ്ങനെ ഒരു വാണിംഗ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം 68 പേർക്ക് വാണിംഗ് അലേർട്ട് നൽകിയത്രേ. അതിൽ തന്നെ 38 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്, 30 പേർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് അവർ പറയുന്നത്. 95% ആളുകളും ഇതിനോട് പ്രതികരിക്കും അത്രേ. ചിലരിങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ അവരുടെ സ്വന്തം നാട്ടിലേക്കൊക്കെ വെക്കേഷന് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സെന്ററുകളിൽ വാഹനങ്ങൾ കൊണ്ടിട്ട് പോകും അത്രേ. ചിലർ തിരിച്ചു വരും, ചിലർ ആ വഴിക്ക് പിന്നെ വരികയില്ല. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ ഇത് എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വാഹനം അവർ കണ്ടുകെട്ടും. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ളൊരു കാര്യമാണ് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മറ്റൊരു പ്രഖ്യാപനവും നമ്മൾ ഇന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ലോജിസ്റ്റിക് ഹബ്ബായ ദുബായ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് വീണ്ടും വിപുലീകരിക്കാൻ പോവുകയാണ്. അതും ഏകദേശം ഇരട്ടി എന്ന് തന്നെ പറയാം. ദുബായ് മുനിസിപ്പാലിറ്റിയും DIPയും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുക. അപ്പോൾ അടുത്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ വലിയ സാമ്പത്തിക നേട്ടം ഉൾപ്പെടെയുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങളിലൊക്കെ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതിയെ കാണുന്നത്. UAEയുടെ ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2024 ജൂലൈ 10.